നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിശ്വസ്ത നാമത്തിൽ G2R പ്ലാറ്റ്ഫോമിലെ ദൈവവചന ശ്രോതാക്കൾക്ക് വന്ദനം. എൻ്റെ പേര് കുരുവിള വർഗീസ് എന്നാണ്. നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രാജകീയ പുരോഹിതവർഗം എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ്. പഴയ നിയമത്തിൽ ഒരു ഗോത്രത്തിന് മാത്രം, വിശേഷാൽ അതിൽ നിന്നും ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ചില വ്യക്തികൾക്ക് മാത്രം ഈ ശുശ്രൂഷ കൊടുത്തപ്പോൾ, പുതിയ നിയമത്തിലാകട്ടെ ദൈവമക്കളാകുന്ന നമ്മൾക്കെല്ലാവർക്കും ഈ രാജകീയ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അനുവാദം നൽകിയിരിക്കുന്നു. അരുതാത്തവരാരും അകത്ത് പ്രവേശിപ്പാൻ പഴയ നിയമത്തിൽ അനുവാദമില്ല. എന്നാൽ പുതിയ നിയമത്തിൽ വിളിക്കപ്പെട്ട എല്ലാവർക്കും ഈ ശുശ്രൂഷ ചെയ്യുവാൻ അധികാരവും അവകാശവും തന്നിട്ടുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടി നമുക്ക് ലഭിച്ച അസുലഭ ഭാഗ്യമാണ് അത് എന്ന് മറന്നു പോകരുത്. പ്രാകാരത്തിൻ്റെ മുൻപിൽ കാണുന്ന യാഗപീഠത്തെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ് വരെ ചിന്തിച്ചത്. ഇതിൽ തുടർന്ന് പഠിക്കേണ്ടത്, ആ യാഗപീഠത്തിനോട് ചേർന്ന് മൃഗത്തെ കെട്ടുവാനുള്ള കൊമ്പുകളുണ്ട്. അതിനെ അകത്തും പുറത്തും താമ്രം കൊണ്ട് പൊതിയണം. അതിലെ ഇതര ശുശ്രൂഷകൾക്ക് ആവശ്യമായ ചട്ടികളുണ്ട്, ചട്ടുകങ്ങളുണ്ട്, കിണ്ണങ്ങളുണ്ട്, മുൾക്കൊളുത്തുകളുണ്ട്, തീക്കലശങ്ങളുണ്ട് എന്നിവയും താമ്രം കൊണ്ട് തന്നെ ഉണ്ടാക്കണം. ഇപ്പോൾ നാം കണ്ട ഈ യാഗപീഠത്തിലെ ഇതര ശുശ്രൂഷകൾക്ക് ആവശ്യമായ ചട്ടികൾ, ചട്ടുകങ്ങൾ, കിണ്ണങ്ങൾ, മുൾക്കൊളുത്തുകൾ, തീക്കലശങ്ങൾ എന്നിവയ്ക്ക് താമ്രമല്ലാതെ വേറെ ഒരു ലോഹമോ മരമോ ഉപയോഗിച്ചിട്ടില്ല. കാരണം ഇതെല്ലാം തീയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിന് താമ്രം കൊണ്ട് വലപ്പണിയായി ഒരു ജാലം, 4 കോണിലും താമ്രം കൊണ്ട് ഒരു വളയം, യാഗപീഠത്തിൻ്റെ പകുതിയോളം എത്തും വണ്ണം താഴെ യാഗപീഠത്തിൻ്റെ ചുറ്റുപടിക്ക് കീഴേ വയ്ക്കണം. യാഗപീഠത്തിന് കതിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി താമ്രം കൊണ്ട് തണ്ടുകളെ പൊതിയണം. തണ്ടുകൾ വളയത്തിൽ ഇട്ട് യാഗപീഠത്തെ ചുമക്കുവാൻ ഉപയോഗിക്കണം. എന്ന് പറഞ്ഞാൽ ഈ യാഗപീഠം ഒരു സ്ഥലത്ത് നിരന്തരമായി വയ്ക്കേണ്ടതല്ല. ജനങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതിനെ ചുമന്നുകൊണ്ട് പോകണം. യാഗപീഠം ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ നിഴൽ ആകുന്നു. അഥവാ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം യാഗപീഠത്തിൻ്റെ പൊരുൾ ആകുന്നു എങ്കിൽ, ഒരു ദൈവ പൈതൽ, ഒരു ദൈവസഭ എവിടെയുണ്ടോ അവിടെയെല്ലാം ക്രിസ്തുയേശുവിൻ്റെ ക്രൂശുമരണത്തെ ധ്യാനിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. അത് വലിച്ചിഴക്കരുത്. അതിനെ തോളിൽ ചുമന്നുകൊണ്ടാണ് പോകേണ്ടത്. യാഗപീഠം പൂർണ്ണമായി പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം തന്നെ ഉണ്ടാക്കണം. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഏതെല്ലാം ശുശ്രൂഷകൾ തിരുവചനത്തിൽ ദൈവം അനുശാസിക്കുന്നു അത് മുഴുവൻ ദൈവം കാണിച്ചു തന്ന മാതൃക പ്രകാരം മാത്രമേ ഉണ്ടാക്കാവൂ. ഇതത്രേ യാഗപീഠത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ വ്യവസ്ഥ. അടുത്തതായി ശ്രദ്ധിക്കേണ്ടതും യാഗാർപ്പണ വിഷയത്തിൽ അറിഞ്ഞിരിക്കേണ്ടതുമായ വിഷയം യാഗങ്ങൾ അർപ്പിക്കുന്ന വിഷയമാകുന്നു. യാഗപീഠത്തെക്കുറിച്ചും അതിലെ ഉപകരണത്തെക്കുറിച്ചും മാത്രമല്ല, യാഗപീഠത്തിന്മേൽ യാഗമർപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കണം. അതായത് യാഗപീഠത്തിനായി യാഗാർപ്പകന്മാർ യാഗത്തിനായി പ്രാകാരവാതുക്കൽ കൊണ്ടുവരുന്ന യാഗവസ്തുക്കളിൽ യാതൊരു ഊനവും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മൃഗങ്ങളാകുന്നുവെങ്കിൽ അവയെ സ്വീകരിച്ച് യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ കെട്ടുകയും മുറയനുസരിച്ച് അവയെ യാഗാർപ്പണം നടത്തിയിരിക്കുകയും വേണം. കൊണ്ടുവരപ്പെടുന്നത് നേരിയ മാവോ എണ്ണയോ ആദിയായ വസ്തുക്കൾ ആകുന്നുവെങ്കിൽ അവയെ സ്വീകരിച്ച് പ്രാകാരത്തിനുള്ളിൽ വയ്ക്കുകയും ചെയ്യുന്നു. യാഗാർപ്പകൻ്റെ സമയം വരുമ്പോൾ, വരി അനുസരിച്ച് വരുന്ന സമയമാകുമ്പോൾ അവൻ തൻ്റെ കരം യാഗവസ്തുവിന്മേൽ ചെലുത്തി അതിൻ്റെ കാലുകൾ ബന്ധിച്ച് താഴെയിട്ട ശേഷം കഴുത്ത് അറുത്ത് രക്തം പാത്രത്തിൽ ശേഖരിച്ച് പുരോഹിതനെ ഏൽപ്പിക്കുകയും പുരോഹിതൻ
ആ രക്തത്തെ യാഗപീഠത്തിൻ്റെ ചുറ്റും തളിക്കുകയും ചെയ്യുന്നു. അനന്തരം യാഗാർപ്പകൻ യാഗമൃഗത്തിൻ്റെ തോൽ ഉരിച്ച് അതിനെ വെള്ളത്തിൽ കഴുകി ഖണ്ഡം ഖണ്ഡമായി ആക്കി ശുദ്ധീകരിച്ച് മുറിച്ച് ഖണ്ഡങ്ങളും തലയും മേധസ്സും യാഗപീഠത്തിൻ്റെ മുകളിൽ വിറകിന്മേൽ അടുക്കി തീയിൽ ദഹിപ്പിക്കണം. യാഗമൃഗത്തിൻ്റെ കുടലും കാലുകളും വെള്ളത്തിൽ കഴുകി സകലവും യാഗപീഠത്തിന്മേലുള്ള തീയിൽ ദഹിപ്പിക്കണം. ഇതത്രേ യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കുന്ന സൗരഭ്യവാസനയായ ദഹനയാഗത്തിൻ്റെ നിയമം. ലേവ്യാപുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഈ വിഷയത്തെ മുൻകണ്ടുകൊണ്ടാണ് ദൈവദാസന്മാർ തിരുവചനത്തിൽ ഉപദേശം എഴുതിയപ്പോൾ വിശേഷാൽ ഇതിനെക്കുറിച്ച് അഗാധമായ അറിവും ജ്ഞാനവും ലഭിച്ച പൗലോസ് എഴുതിയിരിക്കുന്ന വിഷയം നിങ്ങളൊന്ന് ചിന്തിക്കണം. ആ യാഗാർപ്പകന്മാർ യാഗവസ്തുക്കളെല്ലാം വളരെ കൃത്യമായി വളരെ വ്യക്തമായി ഓർഡർ അനുസരിച്ച് ചെയ്യുമ്പോൾ വിശുദ്ധ പൗലോസ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ മന്ദിരമാകുന്ന പഴയ നിയമത്തിന് പകരം പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ദൈവസഭ ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തന് സങ്കീർത്തനങ്ങൾ, ഓരോരുത്തന് ഉപദേശം, ഓരോരുത്തന് വെളിപ്പാട്, ഓരോരുത്തന് അന്യഭാഷ, ഓരോരുത്തന് വ്യാഖ്യാനം. അടുത്ത് പറയുകയാണ്, സകലതും ആത്മീയ വർധനവിനായി ഉതകട്ടെ. അപ്പം ഓർഡറില്ലാത്ത ഒരു പരിപാടിയും പുതിയ നിയമത്തിലും ദൈവം അനുവദിച്ചിട്ടില്ല. ഇതല്ലാതെ ദഹനയാഗം, ഭോജനയാഗം, പാപയാഗം, അകൃത്യയാഗം, സമാധാനയാഗം, കരപൂരണയാഗം എന്നിവകൾക്കുള്ള നിയമങ്ങളും പ്രത്യേകം ദൈവവചനത്തിൽ അനുശാസിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക. ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, 14 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ, 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം 1 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ഇവയെല്ലാം അർപ്പിക്കേണ്ടത് യാഗപീഠത്തിന്മേലത്രേ. യാഗം അർപ്പിക്കുന്നത് ലേവ്യ പുരോഹിതന്മാരും ആയിരിക്കണം. സംഖ്യാപുസ്തകം 8-14, ആവർത്തന പുസ്തകം 10-8. എന്നാൽ വാഗ്ദത്ത ദേശത്തെത്തിയ ശേഷം 12 ഗോത്രങ്ങളിൽ ആയി വലുതും വിശാലവുമായി ദേശത്ത് ചിതറിപ്പാർത്തു വരുന്ന ജനങ്ങൾക്ക് ബഹുദൂരം യാത്ര ചെയ്ത് യഹോവയാം ദൈവത്തിൻ്റെ തിരുനിവാസം സ്ഥിതി ചെയ്യുന്ന ഇടത്തിൽ വന്ന് യാഗങ്ങൾ അർപ്പിക്കുന്നത് ദുസ്സഹം ആയതിനാൽ അതത് ദേശങ്ങളിൽ കല്ലുകൊണ്ട് യാഗപീഠം ഉണ്ടാക്കി അതിന്മേൽ യാഗമർപ്പിപ്പാൻ ദൈവം അനുവദിച്ചു. എന്നാൽ അത് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന കല്ലുകളിന്മേൽ മനുഷ്യർ ആരുണ്ടാക്കുന്നുവോ അവർ തങ്ങളുടെ ആയുധം ഉപയോഗിക്കുകയും നഗ്നത കാണിക്കാതെ ഇരിക്കുകയും പടികളിന്മേൽ കയറാൻ അനുവദിക്കുകയും പാടില്ലായിരുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 25, 26, ആവർത്തന പുസ്തകം 27-ാം അധ്യായം 5, 6. അതേ വ്യവസ്ഥയനുസരിച്ച് അത്രേ വാഗ്ദത്ത ദേശത്തെത്തിയ ശേഷം എബ്ബാൽ പർവ്വതത്തിൽ വെച്ച് യോശുവ യാഗപീഠം പണിയുകയും യഹോവയ്ക്ക് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചതും. യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 30, 31 വാക്യങ്ങൾ. യോശുവ മാത്രമല്ല, കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവ് പണിത യാഗപീഠവും ഇതേ വ്യവസ്ഥയനുസരിച്ച് തന്നെയാണ് ഉണ്ടാക്കിയത്. ആയുധങ്ങൾ ഒന്നും അവർ ഉപയോഗിച്ചില്ല. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 29, 31. ഇതാണ് വ്യവസ്ഥയെങ്കിൽ പുതിയ നിയമസഭയിൽ ദൈവം തന്നിരിക്കുന്ന ഉപദേശം അനുസരിച്ചുള്ള ശുശ്രൂഷകൾ അല്ലാതെ അനുസരിക്കാത്ത താന്തോന്നി തരങ്ങളും തങ്ങൾക്ക് ബോധിച്ചമായ കാര്യങ്ങളും ചെയ്യുവാൻ തിരുവചനം അനുവദിച്ചിട്ടില്ല എന്നുള്ളത് മറന്നു പോകരുത്. പ്രാകാരവും പുരോഹിതന്മാരും ആണ് അടുത്ത വിഷയം. കോർട്ട് ആൻഡ് ദ പ്രീസ്റ്റ്. യഹോവയാം ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ ലേവ്യയെ വേർതിരിച്ചു എങ്കിലും തങ്ങൾക്ക് ബോധിച്ച വേഷവിധാനങ്ങളോടുകൂടി അവർ ശുശ്രൂഷാർത്ഥം
യാഗമർപ്പിപ്പാൻ പ്രാകാരത്തിൽ പ്രവേശിപ്പാൻ അനുവദിച്ചിരുന്നില്ല. ദൈവം വിളിച്ചു ആക്കിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ യാഗവസ്തുക്കളെ അർപ്പിപ്പാൻ യാഗപീഠത്തിൽ വരുമ്പോൾ വ്യവസ്ഥ അനുസരിച്ച് ദൈവം പറഞ്ഞ വസ്ത്രധാരണത്തോടുകൂടെ മാത്രമേ പ്രവേശിക്കുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. സംഖ്യാപുസ്തകം 8-ാം അധ്യായം 14-ാമത്തെ വാക്യവും ആവർത്തന പുസ്തകം 10-ാം അധ്യായം 8-ാമത്തെ വാക്യവും, അവർ യഹോവയുടെ ആലയത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ മഹാപുരോഹിതനും ശേഷം കൂറിൻ പ്രകാരമുള്ള പുരോഹിതന്മാരും ധരിച്ചിരിക്കേണ്ട വസ്ത്രങ്ങൾ വളരെ വ്യക്തമായി തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വിളിച്ചു എന്നുള്ളത് സത്യം. ഇഷ്ടം പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുവാൻ ദൈവം ആരെയും അനുവദിച്ചിട്ടില്ല എങ്കിൽ പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ ലോകത്തിൻ്റെ താടിമോടികളനുസരിച്ചുള്ള വേഷവിധാനങ്ങൾ ചെയ്തുകൊണ്ടും ധരിച്ചുകൊണ്ടും ദൈവസഭയിൽ പ്രവേശിക്കരുത്. സ്ത്രീകളും മാന്യമായ വസ്ത്രം ധരിച്ച് ദൈവസന്നിധിയിൽ വരാവൂ എന്ന് വിശുദ്ധ പൗലോസപ്പസ്തലനും പത്രോസപ്പസ്തലനും ഏകാഭിപ്രായത്തോടുകൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിലെ വില കൂടിയ വസ്ത്രങ്ങൾ അനുസരിച്ചുള്ള വസ്ത്രധാരണം പുതിയ നിയമത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. എങ്കിലും അകക്കുപ്പായവും വെള്ളക്കുപ്പായവും നീളക്കുപ്പായവും ചിത്രത്തയുള്ള വസ്ത്രങ്ങളും ഈ കഴുത്തു മുതൽ താഴോട്ട് കിടക്കുന്നതും മരണ വീട്ടിൽ വരുമ്പോൾ ഒരു കറുത്ത വസ്ത്രവും കുർബാന നടത്തുമ്പോൾ വേറൊരു വസ്ത്രവും എന്നിങ്ങനെയുള്ള വസ്ത്രധാരണ സമ്പ്രദായങ്ങളൊന്നും പുതിയ നിയമത്തിൽ അപ്പസ്തലന്മാർക്കില്ലായിരുന്നു എന്നുള്ള സത്യവും മറന്നു പോകരുത്. പഴയ നിയമത്തിൽ മഹാപുരോഹിതന്റെ വസ്ത്രം, ഹൈ പ്രീസ്റ്റിന്റെ ഗാർമെന്റ്സ്, 1 പതക്കം അഥവാ നെഞ്ചത്തു വെക്കുന്ന ബ്രസ്റ്റ് പ്ലേറ്റ്, 2 ഏഫോദ്, 3 നീളക്കുപ്പായം റോബ്, ചിത്രത്തൈലുള്ള നിലയങ്കി ബ്രോയിഡേഡ് കോട്ട്, മുടി എന്ന് പറഞ്ഞാൽ തലയിൽ വയ്ക്കുന്ന ടർബൻ, നടുക്കെട്ട്, ഇടയിൽ കെട്ടുന്ന ഗർഡിൽ എന്നിവ തന്നെ. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 4, 39-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, ലേവ്യ പുസ്തകം 8-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധന്മാരായ ദൈവദാസന്മാരെ, നിങ്ങൾ ഗ്രഹിക്കേണ്ടത് ഈ പറയുന്നത് പോലെ പതക്കവും ഏഫോദും നിലയങ്കിയും ഒക്കെ ധരിച്ചു കൊണ്ട് വരണമെന്നല്ല. ഇതിൻ്റെ എല്ലാം മുൻപിൽ ആത്മീയ അർത്ഥങ്ങൾ. ഇത് നിഴലാണ്. നാം ധരിക്കുന്നത് പൊരുളായ വസ്ത്രങ്ങൾ തിരുവചനത്തിലുണ്ട്. അതോട് ചേർന്ന് മഹാപുരോഹിതൻ തൻ്റെ വസ്ത്രത്തിൽ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ പതക്കത്തിനകത്ത് ബ്രസ്റ്റ് പ്ലേറ്റ്, നെഞ്ചത്ത് വയ്ക്കുന്നതിനകത്ത് ഉറീമും തുമ്മീമും എന്ന് 2 ഉപകരണങ്ങൾ വെക്കണം. അർത്ഥം വെളിപ്പാടും സത്യവും. ആലയത്തിൻ്റെ ഉള്ളിൽ വെളിപ്പാടില്ലാതെയും സത്യമില്ലാതെയും പ്രവേശിക്കരുത് എന്ന് അർത്ഥം. വെളിപ്പാടില്ലാതെ നടന്നാൽ അത് ജനം മര്യാദ കെട്ട് നടക്കുന്നു. ദൈവത്തിൻ്റെ വെളിപ്പാട് ലഭിക്കാതെ ഒരു വ്യക്തി ആത്മീയ ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കരുത്. അപ്പൻ ശുശ്രൂഷനായിരുന്നതുകൊണ്ട് മകനും ചെയ്തു കളയാമെന്നും അപ്പൻ ചെയ്തു വന്ന ശുശ്രൂഷ നാനാവിധമാക്കാതിരിക്കേണ്ടതിന് എന്നാൽ കയറി ഏറ്റുകളയാമെന്നും ആരും വയ്ക്കരുത്. വെളിപ്പാടോടുകൂടെ വെളിപ്പാട് പ്രാപിച്ച ശേഷം മാത്രമേ ശുശ്രൂഷ എടുക്കാവൂ. അടുത്തത്, സത്യം ജീവിതത്തിൽ ഇല്ലാതെ അസത്യവാദികളായി നടക്കുന്നവർ ആരും ദൈവവചനം പ്രസംഗിക്കരുത് എന്നിവ എപ്പോഴും അവൻ്റെ ഹൃദയത്തിൽ വഹിക്കണം. പുറപ്പാട് പുസ്തകം 28:30. ഹൃദയത്തിൽ ഇവ വസിക്കുന്നുവെങ്കിൽ ദൈവപുത്രൻ പറഞ്ഞ ഉപദേശം മറക്കരുത്. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഉറീമും തുമ്മീമുള്ള പുരോഹിതൻ വെളിപ്പാട് സത്യവും അനുസരിച്ചാണ് ദൈവവചന ശുശ്രൂഷ നടത്തുന്നതെങ്കിൽ സത്യവും വെളിപ്പാടുമുള്ള ദൈവദാസൻ്റെ അധരത്തിൽ നിന്ന് ദൈവിക വെളിപ്പാടും ദൈവത്തിൻ്റെ സത്യവുമല്ലാതെ വേറൊന്നും വരികയില്ല. അതെങ്ങനെയുള്ള സത്യമാകുന്നു എന്ന് സങ്കീർത്തനം 15 വ്യക്തമാക്കി. ഹൃദയപൂർവ്വം സത്യം സംസാരിക്കും. അത് പോരാഞ്ഞിട്ട് തങ്കം കൊണ്ട് ഒരു പട്ടം, പ്ലേറ്റ് ഓഫ് പ്യുവർ ഗോൾഡ്, അതിന്മേൽ യഹോവയ്ക്ക് വിശുദ്ധം, ഹോളിനെസ് ടു ദ ലോർഡ് എന്ന് മുദ്ര കൊത്തി വയ്ക്കണം. അത് ഗ്രേവ് അപ്പോൺ ഇറ്റ് ലൈക്ക് ആൻഡ് എൻഗ്രേവിങ് ഓഫ് സിഗ്നറ്റ്. വളരെ ശ്രദ്ധിക്കണം. അപ്പം ആര് മുൻപിൽ നിന്നോ പുറകിൽ നിന്നോ വശത്തിൽ നിന്നോ ഈ വ്യക്തിയെ കണ്ടാൽ തിരുനെറ്റിക്ക് എഴുതപ്പെട്ടിരിക്കുന്ന എഴുത്ത് യഹോവയ്ക്ക് വിശുദ്ധം,
അശുദ്ധമായിടത്ത് പോകരുത്, അശുദ്ധമായത് ചെയ്യരുത്, അശുദ്ധമായത് എടുക്കരുത്, അശുദ്ധമായത് ഭക്ഷിക്കരുത്, അശുദ്ധമായത് കുടിക്കരുത്, അശുദ്ധമായത് കാണരുത്, അശുദ്ധമായത് കേൾക്കരുത് ഇത്യാദി വിഷയങ്ങൾ തിരുനെറ്റിക്ക് പൊൻപട്ടത്തിൽ എഴുതിയിരിക്കുന്നുവെങ്കിൽ പുതിയ നിയമത്തിലാകട്ടെ ഒട്ടും കുറയാതെ എഴുതിയിരിക്കുന്നു. എല്ലാവരോടും സമാധാനം ആചരിച്ച് വിശുദ്ധീകരണം പ്രാപിപ്പീൻ, വിശുദ്ധീകരണം കൂടാതെ ആരും യഹോവയെ കാണുന്നില്ല. പുരോഹിതന്റെ കരപൂർണയാഗത്തിലേക്ക് വരുമ്പോൾ അല്പം കൂടെ ആഴമായ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അത് മറന്നുപോകാതെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അതിനെ മുടിയുടെ മുൻവശത്ത് നെറ്റിമേൽ സകലരും കാണുക നീലച്ചരട് കൊണ്ട് കെട്ടിയിരിക്കണം. പുറപ്പാട് 28:36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ഇവയാകുന്നു മഹാപുരോഹിതൻ്റെ വസ്ത്രം. ഈ വസ്ത്രം മഹാപുരോഹിതൻ അല്ലാതെ മറ്റാർക്കും ധരിപ്പാൻ പാടില്ല എന്നുള്ളതും, ഈ വസ്ത്രം മഹാപുരോഹിതനെ മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു എന്നും മറന്നു പോകരുത്. ഈ വേഷവിധാനത്തിൻ്റെ ലക്ഷ്യം മഹാപുരോഹിതൻ മഹത്വത്തിനും അലങ്കാരത്തിനും അത്രേ. എന്തിനാണ് ഈ വിശേഷ വസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നത്? പുറപ്പാട് 28:2, 39:1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അത് മഹാപുരോഹിതനും മഹത്വത്തിനും അലങ്കാരത്തിനും അത്രേ. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധയോടുകൂടെ പഠിക്കേണ്ട ധാരാളം വിഷയങ്ങൾ തിരുവചനത്തിൽ കിടപ്പുള്ളത് ഇന്നത്തെ കാലത്തെ ദൈവസഭകൾക്കുള്ളിൽ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവസഭ എന്ന ദൈവത്തിൻ്റെ മന്ദിരം ക്രമം കെട്ടുപോകുവാൻ കാരണം. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ദൈവത്തിൻ്റെ വചനം നിഴലിൽ നിന്ന് പൊരുളിലേക്ക്, ലൗകികമായതിൽ നിന്ന് ആത്മീയമായതിലേക്ക്, ഭൗതികമായതിൽ നിന്ന് സ്വർഗീയമായതിലേക്ക് പഠിപ്പിക്കുന്ന ഉത്തമമായ ദൈവവചന ശുശ്രൂഷകൾ കേൾക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുവാൻ ആവശ്യമായ ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, നന്ദിയോടുകൂടെ ശ്രോതാക്കളായ ദൈവദാസീദാസന്മാർക്കായി സ്തോത്രം. എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിച്ച് ദൈവകൃപയാൽ മൂടി മറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്തൃനാമത്തിൽ അനുഗ്രഹിച്ച് പുത്രൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ.